മണിപ്പൂരിൽ JDU സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ തമ്മിൽ ഭിന്നത. ബീരൻ സിംഗ് സർക്കാരിന് പിന്തുണ പിൻവലിച്ച സംസ്ഥാന അധ്യക്ഷനെ പുറത്താക്കി ദേശീയ നേതൃത്വം. സംസ്ഥാന അധ്യക്ഷന്റെ തീരുമാനം ദേശീയ നേതൃത്വവുമായി കൂടിയാലോചിക്കാതെ എന്നും വിമർശനം. മണിപ്പൂരിൽ BJP സർക്കാരിനുള്ള പിന്തുണ തുടരുമെന്നും ദേശീയ നേതൃത്വം വ്യക്തമാക്കി. മണിപ്പൂരിൽ BJP സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നുവെന്ന് കാണിച്ച് JDU സംസ്ഥാന അധ്യക്ഷൻ ബിരേൻ സിംഗ് ആണ് ഗവർണർക്ക് കത്തു നൽകിയത്. JDUവിന്റെ ഏക MLA ആയ MD അബ്ദുൾ നസീർ പ്രതിപക്ഷ ബ്ലോക്കിലിരിക്കുമെന്നും സംസ്ഥാന അധ്യക്ഷൻ നൽകിയ കത്തിൽ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്രത്തിലും ബീഹാറിലും പ്രധാന സഖ്യകക്ഷിയായ JDU മണിപ്പൂരിൽ BJPക്ക് പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ. സംസ്ഥാന അധ്യക്ഷന്റെ തീരുമാനം ദേശീയ നേതൃത്വവുമായി കൂടിയാലോചിക്കാതെയായിരുന്നുവെന്ന് പാർട്ടി ദേശീയ വക്താവ് രാജീവ് രഞ്ജൻ പ്രസാദ് പറഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ ബിരേൻ സിംഗിനെ പദവിയിൽ നിന്ന് മാറ്റിയെന്നും ദേശീയ നേതൃത്വം വ്യക്തമാക്കി. सबसे पहली बात तो यह है कि मणिपुर के इकाई की ओर से केंद्रीय नेतृत्व से कोई संपर्क नहीं किया गया था, विश्वास में लिया नहीं गया था. एक तरफा अध्यक्ष ने अपनी ओर से ये पत्र लिखा है और इसे गंभीर अनुशासनहीनता मानते हुए उनके खिलाफ कार्रवाई की गई है. उनको पार्टी के अध्यक्ष पद से मुक्त कर दिया गया. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 MLA-മാരാണ് JDUവിനുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് 5 MLA-മാർ BJPയിലേക്ക് മാറി. ഇതോടെ JDUവിന് 1 MLA മാത്രമായി. MLA-മാരെ കൂറുമാറ്റിയ BJPക്കെതിരെ JDU സംസ്ഥാന ഘടകത്തിൽ വിയോജിപ്പ് നിലനിൽക്കുന്നതിനിടെയായിരുന്നു പിന്മാറ്റ നീക്കം. വിനീത VG 24 ഡൽഹി. എനിക്ക് പ്രേക്ഷകരുടെ ഒരു അഭ്യർത്ഥനയുണ്ട്. ഇങ്ങനെയുള്ള ഈ ഫേക്ക് ഐഡിയിൽ നിന്ന് കമൻറ്റുകൾ വരുന്നത് നിങ്ങളും വളരെ ശ്രദ്ധാപൂർവം നോക്കണം. കാരണം ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢശക്തികൾ മറഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാൻ ന്യായമുണ്ട്.